നിങ്ങളുടെ വീട്ടിൽ ഒരു അക്വേറിയം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് ആൽഗെ ഇഷ്യൂ. ഇന്നത്തെ വീഡിയോയിൽ കൂടി അക്വേറിയത്തിലെ ആൽഗെ ഗ്രോത്ത് എങ്ങനെ കുറയ്ക്കാം, എങ്ങനെ അതിനെ ഇല്ലാതാക്കാം എന്ന് പറഞ്ഞുതരാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടുകൂടി തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയുള്ള അക്വേറിയം മെയിൻ്റനൻസിനെ കുറിച്ചും ഫിഷ് കീപ്പിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആൽഗെ ഗ്രോത്ത് കുറയ്ക്കാൻ പഠിക്കുന്നതിന് മുമ്പ് ആൽഗെ എന്താണെന്നും എങ്ങനെ ഉണ്ടാവുന്നു എന്നും നാം മനസ്സിലാക്കിയിരിക്കണം. Algae is a single or multicellular organisms that has no roots, stems, leaves but do photosynthesis. Algae എന്ന് പറയുന്നത് വേരോ തണ്ടോ ഇലയോ ഇല്ല, എന്നാൽ പ്രകാശ സംശ്ലേഷണം നടത്തുന്ന അണുസസ്യമാണ്. നമ്മളെ കൺഫ്യൂസ് ആക്കുന്ന സയന്റിഫിക് വേർഡുകളോ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട അല്ലെ. ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. അങ്ങനെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നാൽ പോരെ. ആൽഗെ എന്നാൽ സൂര്യപ്രകാശത്തിന്റെ മാത്രമല്ല എല്ലാ വെളിച്ചത്തിന്റെയും സാന്നിധ്യത്തിൽ പ്രകാശ സംശ്ലേഷണം നടത്തുന്ന ഒരു സസ്യം. നമ്മൾ ഉപയോഗിക്കുന്ന കിണറ്റിലെയോ പുഴയിലെയോ വെള്ളത്തിൽ മൈക്രോ ആൽഗെ കണ്ടന്റ് ഉണ്ട്. ഈ വെള്ളം നമ്മൾ അക്വേറിയത്തിൽ കൊണ്ടുവന്ന് ഒഴിച്ചാൽ ആൽഗെ അക്വേറിയത്തിലെത്തി. ഇനി നമ്മൾ ലൈറ്റ് ഓൺ ചെയ്തു വെച്ചാൽ ആൽഗെ ഫോട്ടോസിന്തസിസ് നടത്തി സ്പ്രെഡായി ടാങ്കിൽ നിറയുന്നു. പ്രകാശത്തിന്റെ സാന്നിധ്യമില്ലെങ്കിൽ ആൽഗയ്ക്ക് പ്രകാശ സംശ്ലേഷണം നടത്താനോ സ്പ്രെഡ് ആവാനോ കഴിയില്ല. ആൽഗെ വളരുന്നത് പ്രകാശവും വെള്ളത്തിലെ മൈക്രോ ന്യൂട്രിയൻസും ഇൻടേക്ക് ചെയ്തുകൊണ്ടാണ്. സബ്സ്ട്രേറ്റിലും അക്വാസോയിലും മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ലിക്വിഡ് ഫെർട്ടിലൈസറിൽ മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. ഫിഷിന്റെ കാഷ്ടത്തിൽ ഫിഷ് ചത്ത് ചെയ്യുമ്പോൾ ഇലകൾ ചെയ്യുമ്പോൾ അതിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന അമോണിയയിൽ മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. നമ്മൾ ഫിഷിന് തീറ്റ കൊടുത്തിട്ട് ഫിഷ് കഴിക്കാതെ ബാക്കി വരുന്ന ഫുഡ് ചീഞ്ഞളിയുമ്പോഴും ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസ് അവിടെ ഫോം ആവുന്നുണ്ട്. ഒഴുക്കില്ലാതെ കെട്ടിക്കിടക്കുന്ന വെള്ളം ആൽഗയ്ക്ക് ഫോം ചെയ്യാനായിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള എൻവിറോൺമെന്റ് ആണ്. ഉദാഹരണത്തിന് വേനൽക്കാലത്ത് കുളത്തിലെ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ ആ വെള്ളം നിറയെ പച്ച കളറായിട്ടുള്ള ആൽഗെ ഫോം ചെയ്ത് കിടക്കുന്നത് കാണാം. വേനൽ മാറി മഴ വന്ന് വെള്ളം നിറഞ്ഞു ഒഴുകുമ്പോൾ അതെല്ലാം തെളിഞ്ഞ് കണ്ണീര് പോലത്തെ വെള്ളമായിട്ട് മാറുന്നതും കാണാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ. 3 കാര്യങ്ങൾ കൊണ്ടാണ് ആൽഗെ സ്പ്രെഡ് ആവുന്നത്: പ്രകാശത്തിന്റെ സാന്നിധ്യം, ഒഴുക്കില്ലാതെ കെട്ടിക്കിടക്കുന്ന വെള്ളം, പിന്നെ വെള്ളത്തിലെ മൈക്രോ ന്യൂട്രിയൻസ്. ഈ 3 കാര്യങ്ങൾക്ക് ഒരു പരിഹാരം ചെയ്തുകൊണ്ട് നമുക്ക് അക്വേറിയത്തിൽ സ്പ്രെഡ് ആവുന്ന ആൽഗെ ഗ്രോത്ത് കുറയ്ക്കാം. ഒരു പ്ലാന്റ് ടാങ്കിൽ ലൈറ്റ് നിർബന്ധമാണ്, എന്നാൽ ഒരു നോൺ പ്ലാന്റ് ടാങ്കിൽ ലൈറ്റ് നിർബന്ധമല്ല. നമ്മൾ ഫിഷിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന നേരത്ത്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം ലൈറ്റ് ഓൺ ചെയ്ത് അത് ക്രമീകരിച്ചുകൊണ്ട് അക്വേറിയത്തിലേക്കുള്ള വെളിച്ചം ക്രമീകരിച്ചുകൊണ്ട് നമുക്കൊരു നോൺ പ്ലാന്റ് ടാങ്കിലെ ആൽഗെ ഗ്രോത്ത് കൺട്രോൾ ചെയ്യാം. ഒരു പ്ലാന്റ് ടാങ്കിൽ ആൽഗയേക്കാൾ എഫിഷ്യൻ്റായി ചെടികൾ ലൈറ്റ് അബ്സോർബ് ചെയ്യും. ഒരു ദിവസത്തിൽ ചെടികൾക്ക് പ്രകാശ സംശ്ലേഷണം നടത്തുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു നേരം ഭക്ഷണം കഴിക്കുന്നതിന് നമുക്കാണെങ്കിലും ഒരു ലിമിറ്റില്ലേ. ചെടികൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ സമയം ലൈറ്റ് ഓൺ ചെയ്ത് വെച്ച് ചെടികൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ മൈക്രോ ന്യൂട്രിയൻസിന്റെ അളവ് വെള്ളത്തിലുണ്ടായാൽ ആ കൂടുതലുള്ള പ്രകാശവും മൈക്രോ ന്യൂട്രിയൻസും ഉപയോഗിച്ചുകൊണ്ട് ആൽഗെ ഫോട്ടോസിന്തസിസ് നടത്തി സ്പ്രെഡ് ആവും. പ്ലാന്റ് ടാങ്കിൽ ആൽഗെ ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ലൈറ്റിന്റെ സമയപരിധി കുറയ്ക്കുക. സബ്സ്ട്രേറ്റിലും അക്വാസോയിലും മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, അത് വാരി കളയരുത്. ലിക്വിഡ് ഫെർട്ടിലൈസറിൽ മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, അപ്പോൾ ലിക്വിഡ് ഫെർട്ടിലൈസേഷന്റെ അളവ് കുറയ്ക്കുക, അല്ലെങ്കിൽ 2 ആഴ്ചത്തേക്ക് നിർത്തുക. ഫിഷിന്റെ കാഷ്ടത്തിലും ചത്ത് ചീയുന്ന മത്സ്യത്തിലും ചീയുന്ന ഇലയിലും മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. അവ റിമൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ റിമൂവ് ചെയ്യുക. പക്ഷേ തീർച്ചയായിട്ടും 50% വാട്ടർ ചേഞ്ച് ചെയ്തുകൊണ്ട് വെള്ളത്തിൽ ഡിസോൾവ് ആയി തീർന്നിരിക്കുന്ന ഈ മൈക്രോ ന്യൂട്രിയൻസിന്റെ അളവ് കുറച്ചുകൊണ്ട് നമുക്ക് ആൽഗയെ സ്പ്രെഡ് ചെയ്യുന്നതിൽ നിന്നും പ്രതിരോധിക്കാം. അതുപോലെ ഫിഷ് കഴിക്കാതെ ബാക്കി വരുന്ന ഫുഡ് ചീഞ്ഞ് ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസ് ഫോം ചെയ്യും. അതുകൊണ്ട് ഫിഷിന് എത്ര ഫുഡ് കഴിക്കാൻ പറ്റുമോ അതിനേക്കാളും കുറച്ച് ഫുഡ് മാത്രം ഫീഡ് ചെയ്യുക.
ഫിഷിന് കഴിക്കാൻ പറ്റുന്ന ഫുഡിൻ്റെ കപ്പാസിറ്റി അറിയാൻ വേണ്ടിയിട്ട് ഫിഷിന് കുറേശ്ശെയായി അത് കഴിക്കുന്നതിനനുസരിച്ച് ഫീഡ് ചെയ്യുക. അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം അവർ 3 മിനിറ്റിനുള്ളിൽ കഴിച്ചു തീർക്കും. ബാക്കി വരുന്നതാണ് ഈ എക്സസ് ഫുഡ് എന്ന് പറയുന്നത്. 3-4 ദിവസം നമ്മൾ ശ്രദ്ധയോടുകൂടി ഫിഷിനെ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ അക്വേറിയത്തിലെ ഫിഷിന് എത്ര ഫീഡ് ആവശ്യമുണ്ട്, അതിനേക്കാൾ കുറഞ്ഞ എമൗണ്ട് എത്രയാണെന്നും അതനുസരിച്ച് നമുക്ക് ലിമിറ്റഡ് ഫീഡിങ് ചെയ്യാം. ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ആൽഗെ ഫോം ചെയ്യും. അതുണ്ടാകാതിരിക്കാൻ അക്വേറിയത്തിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു ഫിൽറ്റർ വെച്ചാൽ മതി. ലൈറ്റ്, അക്വേറിയത്തിലെ വെള്ളത്തിന്റെ ഒഴുക്ക്, മൈക്രോ ന്യൂട്രിയൻസ്, ഈ 3 കാര്യങ്ങളും ശരിയായ രീതിയിൽ ക്രമീകരിച്ചുകൊണ്ട് അക്വേറിയത്തിൽ സ്പ്രെഡ് ആവുന്ന ആൽഗയെ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതിൻ്റെ കൂടെ ഒരു അൾട്രാ വയലറ്റ് ലൈറ്റ് ഇൻബിൽറ്റ് ആയിട്ടുള്ള കാനിസ്റ്റർ ഫിൽറ്റർ കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ UV ലൈറ്റിൻ്റെ അടുത്തുകൂടി കടന്നു പോകുന്ന മൈക്രോ ആൽഗയെല്ലാം നശിച്ചു പോവുകയും അതുമൂലം 40% ആൽഗെ ഫോം ചെയ്യാനുള്ള ചാൻസ് കുറഞ്ഞു കിട്ടുകയും ചെയ്യും. ഓഫ് കോഴ്സ് UV ലൈറ്റിൻ്റെ അടുത്തുകൂടി കടന്നു പോകുന്ന അക്വേറിയത്തിലെ നൈട്രിഫൈം ബാക്ടീരിയ അല്ലെങ്കിൽ ബെനിഫിഷ്യൽ ബാക്ടീരിയകളും ചത്തൊടുങ്ങും. അതുമൂലം അക്വേറിയത്തിലുള്ള നോർമൽ പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് 20% വരെ കുറയാനും സാധ്യതയുണ്ട്. ഒരുപാട് ആളുകൾ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, വേനൽക്കാലത്ത് ഔട്ട്ഡോർ പോണ്ടിലെ വെള്ളം പച്ച നിറമായി തീരുന്നു. ഇതിന് സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 72 വാട്ട്സിൻ്റെ ഒരു UV സ്റ്റെറിലൈസർ പോണ്ടിൻ്റെ ഫിൽട്രേഷൻ യൂണിറ്റുമായിട്ട് പിടിപ്പിച്ചാൽ മതി. അക്വേറിയങ്ങളിൽ ഫോം ചെയ്യുന്ന ആൽഗെ ഒരുപാട് തിന്നുന്ന മത്സ്യങ്ങളുണ്ട്. നോൺ പ്ലാന്റഡ് ടാങ്ക് ആണെങ്കിൽ അതിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയത് പ്ലേക്കോ എന്ന് പറയുന്ന ഒരു മത്സ്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു പ്ലാന്റഡ് ടാങ്കിലാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ആൽഗെ ഈറ്റിംഗ് ഫിഷസ് എന്ന് പറഞ്ഞാൽ പ്ലേക്കോ, ബ്രിസിൽനോസ് പ്ലേക്കോ, സയാമീസ് ആൽഗേറ്റർ, ഗോൾഡൻ ആൽഗേറ്റർ, ഓട്ടോസിൻക്ലസ്. ഇനി ഷ്രിംസിന് എടുക്കുകയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള ഷ്രിംസും ആൽഗെ തിന്നുന്നതാണ്. അതിൽ അമാനോ ഷ്രിംസിനെ കിട്ടുകയാണെങ്കിൽ അത് ഒരുപാട് ആൽഗെ തിന്ന് തീർക്കുന്ന ഒരു തരം ചെമ്മീനാണ്. എല്ലാ സ്നെയിൽസും ആൽഗെ തിന്നുന്ന കൂട്ടത്തിലാണെങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ ആൽഗെ ഈറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് സീബ്ര സ്നെയിൽ അല്ലെങ്കിൽ നെറൈറ്റ് സ്നെയിലാണ്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോയോടുകൂടി വീണ്ടും കാണാം. ബൈ.